അല്ല, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ഇല്ലാതായി. ഇന്ന് എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ പോലും പറയുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിലൊക്കെ അവശേഷിക്കുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ചൈനയാണ്. ചൈന എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസം വിട്ട് മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് പോയി. പേരിൽ മാത്രമേ കമ്മ്യൂണിസം. അവിടെ മൂലധന ശക്തികെടുക്കളുടെ പ്രവർത്തനമനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമായിട്ട് അവർ മാറുന്നു. കമ്മ്യൂണിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിനെതിരെയാണ്. പിന്നെ ഒരു പാർട്ടി എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ പോലും ലോകത്ത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്? ഇവിടെയില്ല. ഇന്ത്യയിൽ RSS ആരംഭിക്കുന്നതിന് 5 വർഷം മുമ്പെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1920-ലാണ്. സംഘം ആരംഭിക്കുന്നത് 25-ലാണ്. ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ, തൊഴിലാളികളുടെ മനസ്സിലൊക്കെ ഒരു രക്ഷാകവചമായിരുന്നു, ഒരു ആവേശമായിരുന്നു. അതൊക്കെ ഇന്ന് പോയി ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് മാത്രമല്ല, ഉള്ളൊരു സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ഒരു സ്ഥാപനം പോലെ നടത്തി, സർക്കാർ സ്ഥാപനം നടത്തിക്കൊണ്ടുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയാണ്. കുറേ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനം കുറേ ആളുകൾ ജോലിക്ക് പോകുന്നു. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടുപോകാനാണ്. അല്ലാതെ പാർട്ടി എന്നുള്ളതൊക്കെ എന്ത് ആശയപരമായ തത്വമാണുള്ളത്?